ഓസ്ലർ കഴിഞ്ഞിട്ട് എന്നെ സുനിലേട്ടനാണ് അനുരാജും അഭിനും ഇങ്ങനെ ഒരു സ്റ്റോറി പറയാനുണ്ട് മീറ്റ് ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഭിനും അനുരാജും കൂടിയാണ് എന്നോട് ഈ സ്റ്റോറി പറയുന്നത്. ഇങ്ങനെ ഭൂസമരം റിലേറ്റഡ് അങ്ങനെയാണ്. അപ്പോൾ ഈ സമരത്തിനെ ലീഡ് ചെയ്യുന്ന ഒരു ലേഡിയാണെന്ന് തോന്നുന്നു. അപ്പം അന്ന് എനിക്ക് റെഫറൻസ് പറഞ്ഞത് നമ്മുടെ ജാൻ മാമിനെയാണ്. റെഫറൻസായിട്ട് ആയിരിക്കും വേണമെങ്കിൽ ജാൻ മാമിനെ നോക്കാം. ജാൻ മാമിനെ മാത്രമല്ല അജയനെ നോക്കാം, നമ്മുടെ ഗൗരിയമ്മേനെ നോക്കാം അങ്ങനെ പറഞ്ഞു. കൂടുതലും നമ്മൾ ജാൻ മാമിനെ ഉള്ളതല്ലേ. അപ്പം ലൈക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. ഒരു ഭൂസമരമൊക്കെ നടത്തി ഇപ്പോഴും ലൈക്ക് ലൈവായിട്ട് രംഗത്തുള്ള ഒരാൾ. ഈ പറഞ്ഞ പോലെ ഒരു കൊല്ലം അത് കഴിഞ്ഞിട്ട് ഇത് ഷൂട്ടിംഗ് പ്രോസസ്സിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഗ്യാപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അന്ന് എന്നോട് റാവുള ഭാഷ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെയൊക്കെ തപ്പി നോക്കിയിട്ട് എനിക്ക് റാവുള ഭാഷ നമ്മളൊന്നും ഇല്ല, നമുക്ക് സെറ്റിൽ വരുമ്പോൾ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഈ ക്യാരക്ടർ കേട്ടപ്പോൾ എന്താ എനിക്ക് അന്നേരം അറിയാമായിരുന്നു ഇത് വേറെ ആർക്കും ഞാൻ കൊടുക്കൂല. ഞാൻ പറഞ്ഞു എങ്ങനെ എന്തിൻ്റെ പേരിലാണെങ്കിൽ രമേഷിൻ്റെ പേരിലാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല എനിക്ക്, പക്ഷെ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യണം.